നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 27/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപ, ഒരു പവന് മുകളിൽ 120 രൂപയാണ് കൂടിയിരിക്കുന്നത് സ്വർണ്ണവില. ഇപ്പോൾ 2 ദിവസമായിട്ട് കൂടി വരികയാണ് സ്വർണ്ണവില. ഇറാനും US തമ്മിൽ യുദ്ധം കൂടുതൽ വഷളാകുന്നതിനാൽ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറുന്നുണ്ട്. ലോകത്തിനാകെ ആശങ്ക പകർന്ന് ബ്രൈൻ ക്രൂഡ് ഓയിൽ വീണ്ടും ബാരലിന് $90 മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വിശദമായിട്ട് വൈകിട്ടത്തെ വില നോക്കുമ്പോൾ 22 ക്യാരറ്റ് 10,150, ഒരു പവന് 1,05,200. അതുപോലെ 24 ക്യാരറ്റ് 14,346, ഒരു പവന് 1,14,346. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 10,759, ഒരു പവൻ 86,072. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണമല്ല. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS പോക്കിൽ 282, RSS പോക്കിൽ 278, ISN 20 246, ലാറ്റക്സ് 60% DRCL 189 രൂപ 15 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS പോക്കിൽ 282, RSS പോക്കിൽ 278, അഗർത്തല വില നോക്കുമ്പോൾ RSS പോക്കിൽ 274, RSS പോക്കിൽ 271. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 284 രൂപ 62 പൈസ, RSS 2 282 90 പൈസ, RSS 3 281 രൂപ 31 പൈസ, RSS 4 280 രൂപ 47 പൈസ, RSS 5 280 രൂപ 4 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ RSS 4ഉം 5ഉം മാറ്റമില്ലാതെ തുടരുമ്പോൾ ISNL 2-ലെയും ലാറ്റക്സിലും നല്ല വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ വില നോക്കുമ്പോൾ വിദേശ വില വീണ്ടും കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസവും ഓരോ ട്രാജഡികളാണ് നമ്മൾ വാർത്തയിലൂടെയും മറ്റും കേൾക്കുന്നത്. ഇപ്പോൾ കോട്ടയത്ത് സാമ്പത്തിക ബാധ്യത ഒരു കുടുംബത്തെയാണ് വിഴുങ്ങിയിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോൾ 3ആയി, ഒരു കുട്ടി ഉൾപ്പെടെ. മകൻ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മറ്റപ്പള്ളി ചിറപ്പുറത്ത് തോമസ് എബ്രഹാം, ഇതിനു മുമ്പ് ഭാര്യ ജോസിനെയും +2 വിദ്യാർത്ഥിനിയും മൂത്ത മകൾ മരിയും മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു സംഭവം. തോമസിൻ്റെ സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് 4 പേരും അവശനിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ കളനാശിനിയുടെ കുപ്പിയും കണ്ടെത്തി. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അമ്മയും മകളും ആദ്യം മരണത്തിന് കീഴടങ്ങി. പിന്നെ തോമസും മരണപ്പെട്ടു. 4-അംഗ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. മകൾ +2 വിദ്യാർത്ഥിയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങൾ വളരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആവുന്നത്? നമ്മളെന്ത് ചിന്തിക്കുക, നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കുക. അയലത്ത് ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ ഇങ്ങനെയുള്ളൊക്കെ ദുരാവസ്ഥകൾ നമ്മൾക്ക് എത്തിച്ചേരും. ഓരോ ജീവിതവും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിതം മുന്നോട്ട് വളരെ ധൈര്യപ്പെട്ട് പോവുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി.